കൊച്ചി നഗരത്തിൽ സാധാരണക്കാരുടെ ശാപവാക്കുകൾ ഏറ്റുവാങ്ങാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഒന്നുപോലും കാണില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം സ്വകാര്യ ബസ്സുകൾ അനാഥമാക്കിയത് 10-ലധികം കുടുംബങ്ങളെയാണ്. അപകടമുണ്ടാക്കിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ മര്യാദക്കാരാകും. വീണ്ടും ഗൂണ്ടായുസത്തിന്റെ കുപ്പായമണിയും ഇവർ. ഇന്നലെ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടമായത്. ഒരു വർഷം മുമ്പ് തിരക്കേറിയ മേനക ജംഗ്ഷനിൽ ബൈക്കിൽ യാത്ര ചെയ്ത ഭാര്യയെയും ഭർത്താവിനെയും ഇടിച്ചിട്ട ശേഷം ഭാര്യയെ 20 മീറ്ററോളമാണ് സ്വകാര്യ ബസ് വലിച്ചിഴച്ചത്. അപകടത്തിൽ യുവതി മരിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങിയ ആ കുടുംബം അനാഥമായി. വൈറ്റിലയിൽ തൊട്ടടുത്ത മാസം ബൈക്ക് യാത്രികനെ ഇടിച്ചു കൊലപ്പെടുത്തി. ഏറ്റവും അവസാനം ഇന്നലെ തേവര കോളേജിലെ ഗോവിന്ദ് എന്ന വിദ്യാർത്ഥിയുടെ ജീവനുമെടുത്തു. കൊച്ചിയിൽ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ സ്വകാര്യ ബസ്സുകൾ ആളെക്കൊല്ലികളാവാറുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ചതിന് കഴിഞ്ഞ മാസമാണ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. സ്പീഡ് കുറച്ചോടിക്കാൻ പറഞ്ഞതിന് യാത്രക്കാരനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതും കൊച്ചിയിൽ തന്നെ. സമയക്രമം പാലിക്കാനെന്ന പേരിൽ സ്വകാര്യ ബസ്സുകൾ നഗരത്തെ നരകഭീതിയിലാക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുന്നുവെന്നത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. 24 കൊച്ചി.